ഇതുപോലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സ്കിന്നിന്റെ തിളക്കത്തിന് വേണ്ടി കുറുക്കു വഴികൾ അന്വേഷിച്ചു പോകുന്നവരാണ് നമ്മുടെ ഇടയിൽ പലരും. അങ്ങനെ പോയിട്ട് നിങ്ങളുടെ സ്കിൻ നശിപ്പിക്കല്ലേ. ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞു തരാം, ഒന്ന് ചെയ്തു നോക്ക്. എത്ര സമയമില്ലാത്തവരാണെങ്കിൽ തന്നെയും 1 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. നിങ്ങളുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ടാൻ ആണെങ്കിലും പിഗ്മെന്റേഷൻ ആണെങ്കിലും റിങ്കിൾസ് ആണെങ്കിലും പിമ്പിൾസിന് വന്നിട്ടുള്ള പാടുകളാണെങ്കിലും ഇപ്പം എന്താണോ നിങ്ങളെ അലട്ടുന്നത് അതെല്ലാം നിങ്ങൾക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കി സ്കിന്നിനെ തിളക്കം വെപ്പിക്കാൻ സാധിക്കും. സമയം കളയാതെ തന്നെ നമുക്കത് തയ്യാറാക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. നമ്മുടെ പാക്ക് തയ്യാറാക്കാൻ ഞാൻ കോഫി പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ കോഫി പൗഡറിൽ. പിന്നെ നമുക്ക് വേണ്ടത് അലവേറ ജെല്ലാണ്. 1 ടേബിൾ സ്പൂണോളമാണ് അലവേറ ജെല്ല് വേണ്ടത്. അലവേറ ജെല്ലിൽ ബീറ്റ കരാട്ടിൻ, വിറ്റാമിൻ സി, ഇ എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനകത്ത് സൂര്യപ്രകാശം ഏറ്റിട്ട് സ്കിന്നിൻ്റെ നിറമൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കി സ്കിന്നിനെ തിളക്കം വെപ്പിക്കാനായിട്ട് നമ്മുടെ അലവേറ ജെല്ലിൽ നിന്ന് സാധിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് കടലമാവിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അതും 1 ടേബിൾ സ്പൂണാണ് കടലമാവിൻ്റെ പൊടി ചേർക്കുന്നത്. കടലമാവിൻ്റെ പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ നല്ലപോലെ തിളക്കം വെപ്പിക്കാനും അൺഈവൻ സ്കിൻ ടോൺ, പിഗ്മെന്റേഷൻ എന്നിവ ഇല്ലാതാക്കാനും നമ്മുടെ കടലമാവിൻ്റെ പൊടിയിൽ നിന്നും സാധിക്കുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടി പൗഡർ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കണം. അതിനുശേഷം ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഓറഞ്ച് പീൽ പൗഡറും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. ഇനി അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ റോ മിൽക്കാണ് ചേർക്കുന്നത്. അത് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂണോളമാണ് റോ മിൽക്ക് ചേർക്കേണ്ടത്. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് മിക്സ് ആക്കുക. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും ഉപയോഗിക്കാവുന്നതാണ്. സ്കിന്നിൻ്റെ അൺഈവൻ സ്കിൻ ടോൺ, പിഗ്മെന്റേഷനൊക്കെ മാറ്റി സ്കിൻ നല്ലപോലെ വെട്ടിത്തിളങ്ങാൻ നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ മാറ്റം നിങ്ങൾ കണ്ടോ? അടിപൊളിയാണ്. ഈ ഒരു പാക്ക് ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങളുടെ സ്കിൻ വെട്ടിത്തിളങ്ങാൻ വേറെ ഒന്നും വേണ്ട, ഈ ഒരു പാക്ക് ഉപയോഗിച്ചാൽ മതി. നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കണ്ടല്ലോ, സിമ്പിളായിട്ടുള്ള ഒരു ടിപ്സ് അല്ലയോ? നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. 5 മിനിറ്റ് നിങ്ങൾ മാറ്റി വെച്ചാൽ മതി. ഗ്ലോയിങ് സ്കിന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാം. അതും സ്കിന്നിൻ്റെ തിളക്കം കണ്ട് നിങ്ങൾ പോലും ഞെട്ടും. ഇനി നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ സ്കിന്നിനെ നശിപ്പിക്കാതെ നാച്ചുറലായിട്ടുള്ള ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് മുന്നോട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ ഇടയ്ക്കൊക്കെ നിങ്ങൾ ചെയ്താൽ മതിയാകും. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും വന്ന് എന്നോട് പറയാനും കൂടി നിങ്ങൾ മറക്കല്ലേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ കൂട്ടുകാരെ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.